അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എത്രയും ദയുള്ള മാതാവേ, എഫെസോസ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം ലേഖനം 22-ാം വാക്യം.
ഭർത്താക്കന്മാർ, ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്ണയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ടു ഭാര്യയോട് ചേരും. നമ്മുടെ ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ. അവിരാമം ഞങ്ങൾ പാടാ Your smile plays like a movie in my mind. Feels like you've always been here in my life. Your voice is like a song I can't forget you, and I never wanna let you go. I just wanna let you know you make me laugh a little louder, you make me dream a little bigger. My life is so much sweeter 'cause you make me better. We hold so many memories in our hearts, so close, even if we're far apart. Standing on the edge of new beginnings, I can't wait to see just what you'll do. And every time I think of you, you make me laugh a little louder, you
പരിശുദ്ധാത്മാവേ നീയേഴും നല്ലി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ അന്ധകാരമിരിപ്പു മാറ്റിയിടും ചന്തമേറുന്ന ദീപമേ കേടുവാത്മാവിലാശമീശുന്ന മോഹന ദിവ്യദാനമേ പരിശുദ്ധാത്മാവേ നീയേഴും നല്ലി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കുടുംബനാഥനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങേ സ്തുതിക്കുന്നു. കർത്താവായ ദൈവമേ, ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾ ഓരോരുത്തരും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസത്തിന്റെ എല്ലാ നന്മകളും നിയോഗങ്ങളും ആഗ്രഹങ്ങളെയും ഞങ്ങൾ പ്രത്യേകം സമർപ്പിക്കുന്നു. ഈ മനസ്സമ്മത യാത്രയിൽ ദൈവകൃപയാൽ ദൈവീക കാരുണ്യത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കാത്തു സൂക്ഷിക്കണമേ. ഈശോനാഥ, ഞങ്ങളെ വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ, ഞങ്ങളോട് കൂടിയായിരിക്കുന്ന ഓരോ വ്യക്തികൾ, വിദൂരത്തിലായിരിക്കുന്നവരെ ഞങ്ങൾ പ്രത്യേകം സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്നേഹചൈതന്യത്തിൽ സ്നേഹകൂട്ടായ്മ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഇന്ന് ആഗ്രഹ പ്രകടനത്തിനായി മനസ്സമ്മതത്തിനായുള്ള ഈ യാത്രയിൽ ക്ലെമൻസിയെയും ജിസ്ബോനെയും അനുഗ്രഹിക്കണമേ, ആസ്വദിക്കണമേ. ദൈവിക ചൈതന്യത്താൽ നിറയുള്ള ഓരോ ആഗ്രഹങ്ങളെയും ഓരോ പ്രവർത്തനങ്ങളെയും അങ്ങയുടെ പദ്ധതിയിൽ ക്രമപ്പെടുത്തണമേ. ഇന്നത്തെ ദിവസത്തെ ഓരോ കാര്യങ്ങളെയും ഞങ്ങൾ ദൈവിക സന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ എല്ലാം നന്മയിൽ പര്യവസാനിക്കത്തക്ക വിധം അങ്ങ് കാത്തു സൂക്ഷിക്കണമേ, ക്രമപ്പെടുത്തണമേ. കുടുംബത്തിന്റെ മധ്യസ്ഥയായ പരിശുദ്ധമേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹപാരമ്യമേ, എന്നുള്ളിൽ നീ വന്നിടണേ, അലിവുള്ള എൻ ദൈവമേ. എന്നുള്ളിൽ നീ വന്നിടണേ, അലിവുള്ള എൻ ദൈവമേ. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹപാരമ്യമേ,
മുമ്പ് ജിസ്മോൻ, ക്ലമൻസി, കൊടക്കല്ലിൽ തെക്കുമാറ്റത്തിൽ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, ഈ മനസ്സമ്മത പ്രാർത്ഥന കൂദാശ വിശുദ്ധ കുർബാനയോട് ചേർന്ന് ഞായറാഴ്ചയുള്ള ദിവസത്തിൽ നിങ്ങളേവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യും. ഇതൊരു ഒരുക്കത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയുമായ ഒരു ദിവസമാണ്. കുടുംബാംഗങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അതിലേറെ തീവ്രതയോടെ ക്ലമൻസിയും ജിസ്മോനും പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട വന്യ വൈദികരും നിങ്ങൾക്ക് വേണ്ടി വിശുദ്ധ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യും. അച്ഛന്മാരെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ. പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ പൈനാപ്പള്ളി അച്ഛൻ, ഞങ്ങൾ 4 പേരും ഒരു കമ്മ്യൂണിറ്റിയിലാണ്, ഒരാശ്രമത്തിലാണ്. അച്ഛൻ ഡി പോൾ CBC സ്കൂളിൻ്റെ പ്രിൻസിപ്പലായി സേവനം ചെയ്യുന്നു. അതോടൊപ്പം കൂടെയുള്ളത് ജിമ്മിച്ചൻ കുളത്തിങ്കൽ അച്ഛൻ എൻ്റെ കൂടെ വൈസ് പ്രിൻസിപ്പലായി സേവനം ചെയ്യുന്നു. ഈ സൈഡിൽ അമൽ പീഡികൈ അച്ഛൻ സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പലായി സേവനം ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛന്മാരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. കോവിഡിൻ്റെ ഈ ലിമിറ്റേഷനിൽ നമുക്ക് ഒന്നു ചേർന്ന് ശ്രദ്ധയോടുകൂടി ആയിരിക്കാം. അതിൻ്റേതായ ഒരുക്കവും മനസ്സിലുണ്ടാകട്ടെ. പ്രിയപ്പെട്ട വികാരിയച്ഛൻ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, 20-30 പേരിൽ ഒരിക്കലും കൂട്ടരുതെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകം ഞാൻ സൂചിപ്പിക്കുന്നു, നമുക്ക് ഇടയ്ക്ക് വന്നും പോയി ആ നമ്പർ കൃത്യതയോടെ കണ്ടു സൂക്ഷിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യാം. പ്രാർത്ഥനയുടെ, കുദാശയുടെ, വിശുദ്ധ കുർബാനയുടെ ചൈതന്യത്തിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനസ്സമ്മത പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദ്യം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹക്കൂട്ടായ്മയ്ക്കും മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെയും അവന്റെ ജീവിത പങ്കാളിയാകുവാൻ തെരഞ്ഞെടുത്ത റിബേക്കായെയും അനുഗ്രഹിച്ച കർത്താവെ, വിവാഹ വാഗ്ദാനത്തിനായി തിരുമുമ്പിൽ അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടെ നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ബോധപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. സർവേശ്വരനെ
വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും വർദ്ധനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരി, നിങ്ങൾ യുവതിയായ ഈശോ മിശിഹായുടെ നാമത്തിലുള്ള ദൈവത്തിന്റെ സഭയെ അനുകരിക്കുന്നവരായി തീർന്നു. എങ്ങനെയെന്നാൽ യഹൂദരിൽ നിന്ന് അവർ സഹിച്ചവ സ്വന്തം നാട്ടുകാരിൽ നിന്ന് സഹിച്ചു. യഹൂദര കർത്താവായ ഈശോയെയും പ്രവാചകന്മാരെയും വധിച്ചു. ഞങ്ങളെ പുറന്തള്ളി അവർ ദൈവത്തെ പ്രീതിപ്പെടുത്തുകയും എല്ലാം എതിർക്കുകയും ചെയ്തു. ജനതകൾ രക്ഷപ്പെടാതിരിക്കുന്നതിന് അവരോട് പ്രസംഗിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടസ്സപ്പെടുത്തുകയും അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളുടെ അളവ് സദാ പൂർത്തിയാക്കുകയും ചെയ്തു. അവസാനം ദൈവക്രോധം അവരുടെ മേൽ പതിച്ചിരിക്കുന്നു. സഹോദരി, ആത്മനാലെങ്കിലും ശാരീരികമായി കുറച്ചു നാളത്തേക്ക് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വേദരിഞ്ഞു. അതുകൊണ്ട് ആകാംക്ഷാപൂർവ്വം നിങ്ങളെ മുഖാമുഖം വീണ്ടും കാണാൻ ഞങ്ങൾ അതീവ താല്പര്യത്തോടെ കാത്തിരിക്കുകയായിരുന്നു. അതിനാൽ നിങ്ങളെ സന്ദർശിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു, പ്രത്യേകിച്ച് പൗലോസായ ഞാൻ പല പ്രാവശ്യം. എന്നാൽ സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി. കർത്താവായ ഈശോയുടെ പ്രത്യാഗമനത്തിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രത്യാശയും സന്തോഷവും അഭിമാനത്തിൻ്റെ കീഴവും എന്താണ്? അത് നിങ്ങൾ തന്നെയല്ലേ? എന്തെന്നാൽ നിങ്ങളാണ് ഞങ്ങളുടെ മഹത്വവും സന്തോഷവും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധമത്തായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 6 വാക്യങ്ങൾ 25 മുതൽ 33 വരെ. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും എന്ന ജീവനെക്കുറിച്ചോ എന്തു ധരിക്കും എന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ് ഒരു വിനാഴികയെങ്കിലും കൂട്ടുവാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെപ്പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലിലെ നെല്ലികൾ എങ്ങനെ വളരുന്നുവെന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു,
സോളമൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിലൊന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും, എന്തു ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങളാകട്ടെ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുകയും അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ വൈദികരെ, പ്രിയ ജിസ്മോൻ, പ്രിയപ്പെട്ട ക്ലെമൻസി, പ്രിയ കുടുംബാംഗങ്ങളെ, ജിസ്മോനും ക്ലെമൻസിയും തങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ തീരുമാനത്തിൻ്റെ മുമ്പാകെയാണ് ഇപ്പോൾ ആയിരിക്കുക. ഈശോയുടെ സന്നിധിയിൽ വന്ന് തങ്ങളുടെ വിവാഹ വാഗ്ദാനം എന്ന ഒരു തീരുമാനം, വിവാഹത്തെക്കുറിച്ച് ഈശോയ്ക്ക് ഒരു വാക്ക് കൊടുക്കുകയാണ്. അവരുടെ വാഗ്ദാനം സഭയെ അറിയിക്കുന്നു, ഈശോയെ അറിയിക്കുന്നു. ഞങ്ങൾ ഇനി ഒരുമിച്ച് ജീവിച്ചു കൊള്ളാമെന്നുള്ളതിൻ്റെ ഒരു തുടക്കമാണ്. നാം ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ദൈവപരിപാലനയെക്കുറിച്ച് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഓർക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം നമ്മളെങ്ങനെ പരിചയപ്പെട്ടു. നമുക്കറിയാം നിങ്ങൾ എങ്ങനെയാണ് പരിചയപ്പെട്ടത്. അപ്പം നമ്മൾ എന്താ പറയുന്നത്, മാട്രിമോണിയിലൂടെ പരിചയപ്പെട്ടു. ഇപ്പം പുതിയ മോഡേൺ കാലഘട്ടമാണ്. പണ്ടത്തെ പോലെ ബ്രോക്കർമാരൊന്നുമില്ല. മാട്രിമോണി സൈറ്റിൽ നമ്മൾ പരസ്യം കൊടുക്കുന്നു, അങ്ങനെ പല വഴിക്ക് വരുന്നു, അങ്ങനെ പലതരത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നു. ഒടുവിൽ വിവാഹ ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, മാട്രിമോണി സൈറ്റിലൂടെയാണെങ്കിലും ഏതുവഴിയാണെങ്കിലും നമ്മൾ ഈ ജീവിതത്തിലേക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു ശക്തമായ കരമുണ്ട്. നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്, നിങ്ങളെ ഇനിയുള്ള ജീവിതത്തിൽ മുന്നോട്ട് കൈപിടിച്ച് ഒരുമിച്ച് പോകാനായിട്ട് നിങ്ങൾ ഒരുക്കിയത് ദൈവത്തിൻ്റെ കരമാണ്. ഓർത്തിരിക്കുക. ഇസഹാക്കിന് റെബെക്കയെ നൽകിയ ദൈവത്തിൻ്റെ കരമുണ്ട്. അല്ലെങ്കിൽ അബ്രാഹത്തിന് സാറായി ഒരുക്കി കൊടുത്ത ദൈവത്തിൻ്റെ ഒരു കരം നിങ്ങളുടെ ജീവിതത്തിന് പിന്നിലുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ വിവാഹ വാഗ്ദാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഓർക്കേണ്ട കാര്യം, നമ്മുടെ ഇഷ്ടമല്ല, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ താല്പര്യമല്ല, അതിനപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ ചോയ്സാണ് ജിസ്മോനും ക്ലെമൻസിയും, ക്ലെമൻസിക്ക് ജിസ്മോനും. അപ്പോൾ അനാദിയിലുള്ള ദൈവത്തിൻ്റെ ചോയ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല, കൂടെ ദൈവം ഉണ്ടാകണം. വാഴ്ത്തപ്പെട്ട ഫുൾട്ടൻ ജേഷീൻ തൻ്റെ ഒരു വിവാഹത്തെ മാരേജിനെ കുറിച്ചൊരു പുസ്തകം എഴുതി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, ഈ പുസ്തകത്തിന് എന്ത് പേര് കൊടുക്കും? കാരണം ഒരു വലിയ ജീവിതാവസ്ഥയാണ് വിവാഹം എന്നത്. ആ കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്ന വലിയ ജീവിതാവസ്ഥ. അപ്പോൾ അദ്ദേഹം ഇതിനാലോചിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു. ഒടുവിൽ അദ്ദേഹം ആ പുസ്തകത്തിന് ഒരു പേര് നൽകി. ആ പേര് പ്രകാരമായിരുന്നു 3 to get married. വിവാഹിതരാകുന്ന 3 വ്യക്തികൾ. നമുക്കറിയാം, വിവാഹിതരാകുന്ന ഒരു പുരുഷനും സ്ത്രീയും തമ്മിലാണ്. പക്ഷേ അവിടെ മൂന്നാമനായിട്ട് ദൈവം ഉണ്ട് എന്നാണ് ഈ വാഴ്ത്തപ്പെട്ട ഷീൻ പിതാവ് പറയുക. ഓർക്കുക ജിസ്മോനെ, പ്രിയപ്പെട്ട ക്ലെമൻസി, നിങ്ങൾ ഇന്ന് ഇവിടെ വിവാഹ വാഗ്ദാനം നടത്തി മുന്നോട്ട് പോകുന്നു. വരുന്ന ആഴ്ചകളിൽ വിവാഹമുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരല്ല, ഇനി മുതൽ നിങ്ങളുടെ കൂട്ടായ്മയിൽ മൂന്നാമനായി ദൈവമുണ്ട്. ദൈവത്തിന് കരം പിടിച്ച് മുന്നോട്ട് പോകുക. ദൈവ ഒരുപാട് ആശ്രയിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതലായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുക. ഈ ഒരു പുതിയ ജീവിതാവസ്ഥയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് നിങ്ങൾ വലിയൊരു തീരുമാനമാണ് എടുത്തിരിക്കുക. ഇനി 2 കരങ്ങൾ 2 വഴികളിലൂടെ ഒരുമിച്ച് വന്നു. ഇനി നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു. ഒരു വഴിയിലൂടെ മാത്രമാണ് ഇനി യാത്ര. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തെ, മുന്നോട്ടുള്ള ജീവിതത്തെ സമർപ്പിച്ച്, കുടുംബാംഗങ്ങളെ സമർപ്പിച്ച് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിത്യപിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹ വാഗ്ദാനത്തിനായി ഒരുങ്ങി നിൽക്കുന്ന ഈ ദാസരുടെ മേൽ കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. വിവാഹ വാഗ്ദാനം ചെയ്യുന്ന ഈ ദാസരെ ആശീർവദിക്കുകയും ഇവർ ചെയ്യുന്ന വാഗ്ദാനം അനുസരിച്ച് വിവാഹത്തിലാകുവാനുള്ള കൃപ ഇവർക്ക് നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഫലവിശുദ്ധിയിലും അധിഷ്ഠിതമായ വിവാഹ ജീവിതം നയിക്കുവാൻ വിരസത്തിലാക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ജീവിതത്തിന്റെ വരുമാനം മനസ്സിലാക്കി വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ദമ്പതികൾ തമ്മിലും ദൈവവുമായി നടത്തുന്ന ഉടമ്പടിയും മരണം വരെ നിലനിൽക്കുന്ന ബന്ധവുമാണെന്ന ബോധ്യത്തോടെ അത് സ്വീകരിക്കുവാൻ ദാസരെ ഒരുക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാവർക്കും നമ്മെ നാം ശരീരത്തിലെയും പിതാവിനും പരിശുദ്ധാത്മാവിനും സ്ഥാപിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനം ചെയ്യുവാനായി തിരുമുമ്പിൽ അടഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സംരക്ഷിക്കണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക. ജിസ്മോൻ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ ക്ലെമൻസിയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ക്ലെമൻസി, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ ജിസ്മോനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? ഈ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണല്ലോ. പ്രിയ ജിസ്മോൻ ക്ലെമൻസി, മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. സർവേശ്വരന്റെ പരിപാലനയിൽ നിങ്ങളുടെ ഈ ആഗ്രഹം ദൈവിക പദ്ധതിക്കനുസരിച്ച് പൂർത്തീകരിക്കുവാൻ നന്മയാൽ കൃപയാൽ ദൈവാത്മാവിന്റെ ശക്തിയാൽ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കുരിശിക്കട്ടെ. സ്വീകരിച്ച കർത്താവായ മിശിഹായെ വിവാഹ വാഗ്ദാനം ചെയ്ത ഈ ദാസരുടെ മേലയുടെ കാരുണ്യത്തിന്റെ വലം കൈയിലേറ്റണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നാഥനായ മറിയത്തിന്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്നേഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വായിക്കപ്പെട്ടവരുടെയും ആദേശം ഇവർക്ക് സംരക്ഷണവും സഹായമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരണപൂർവ്വം നിങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് ഞങ്ങളുടെ മഹനീയത്വത്തിന് പുരുഷതയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സംഭവിക്കപ്പെട്ടവരാകുന്നു. സ്ഥലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. വീരവോടു നമ്മിൽ
ഇതിലൂടെ അവസാനത്തെ മനോഹരമായ ഗാനത്തിന് മുമ്പ് 1 മിനിറ്റ് ഇരുന്നുകൊണ്ട് നമുക്ക് നന്ദി പറയാം. ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട സുഭാഷ് ജിമ്മി അച്ഛൻ്റെ മനോഹരമായ കുർബാന, അമ്മലച്ഛൻ്റെ നല്ലൊരു സന്ദേശം, പ്രത്യേകം അച്ഛന്മാരോട് നന്ദി പറയാം. അതോടൊപ്പം വിനയരച്ഛനോടും അതോടൊപ്പം കൈക്കാരന്മാരോടും പ്രത്യേകം നമുക്ക് നന്ദിയുള്ളവരാകാം. ഞാൻ കണ്ടു ജിസ്മോനും ക്ലെമൻസിയും കുടുംബാംഗങ്ങളും സ്നേഹപൂർവ്വം തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനയോടുള്ള ഈ നല്ല തീരുമാനം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ധാരാളം അനുഗ്രഹം അടുത്ത ഞായറാഴ്ചയും നൽകട്ടെ. പ്രത്യേകം ദൈവത്തോടും കൃതജ്ഞത നന്ദിയുടെ ഒരു മനോഭാവത്തോടു കൂടി ആയിരിക്കാം. മനസ്സമ്മതം അതൊരു വിശുദ്ധ കുർബാനയുടെ നടക്കണമെങ്കിൽ അതൊരു ദൈവാനുഗ്രഹം മാത്രമാണ്. ദൈവം നൽകിയ ഈ അനുഗ്രഹത്തിന്, ഈ സാഹചര്യത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. മാതാവിൻ്റെയോ ഏതെങ്കിലും നല്ലൊരു ഗാനം പാടി നമുക്ക് പ്രത്യേകം നന്ദി പറയുകയും ചെയ്യും. അതോടൊപ്പം ഓണം തീരുന്നതേയല്ലേ ഉള്ളൂ. ഓണാശംസകളും പരസ്പരം ആശംസിക്കുകയും ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ. The day is brighter here with you. You show me love can make it through. I wanted nothing more than this. My heart, it beats along for you. It sings a simple song on cue. We both ignite this fire inside. I look in your eyes, all I see is perfection. Like the moon is aligning the sea to the shore. We both are awake, but we face this direction. So what are we waiting for? So tell me it's real that I have found you. You are the one I've been waiting for. I'm learning to feel that I'm alive again. I can't believe it's so. So tell me it's real. Oh, won't you tell me it's real? Tell me it's real. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. കാറ്റു വിതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽപ്പുറങ്ങളിലൂടെ, കാറ്റു വിതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽപ്പുറങ്ങളിലൂടെ, അന്തികിരയനെ കാണാതലഞ്ഞിടും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾക്കെയും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ. ഞാൻ പാടില്ല, എനിക്ക് കൈയുടെ നമുക്ക്
മറ്റൊരു ചേട്ടൻ ചീഫ് ഷൈനി, മമ്മി സെലിൻ, അനിയൻ ജിബിൻ, ഒരു പെണ്ണുണ്ട്, അൽഫോൻസ വന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. കൈയടിക്കാം. കണ്ണിൽ മിന്നും മന്ദാരം മെല്ലെ മെല്ലെ കൈനീട്ടും മായാമഞ്ഞിൻ താഴ്വാരം. പെയ്യുന്നേതോ വെൺമേഘം പൊന്നും പൂവും മാവോളം തോരാതുള്ളിൽ തേനലയായി. നീലവയിൽ താളമിടും നാളമിടി കണ്ണാടിയിൽ നൂറു നിറം തേടി വരും താഴെ മനസ്സിൻ വാടിയിൽ. വഴിമറഞ്ഞ മഞ്ഞുകാലമോ മതിമറന്നു മെല്ലെ വന്നു മെയ്യൊഴിഞ്ഞുവോ, വെറുതെ എന്ന് ചൊല്ലി എന്തിനോ കാണാക്കിനാവെറിഞ്ഞോ. മിഴികളിന്ന് കണ്ട വർണ്ണമോ മായാതെ മാറി വെല്ല് പോലെ മിന്നിയോ, ദൂരേതൊരുയലടിയോ. സദാ പദ സരുഗ സദാ പദഗ പരേ ധദവ ഗബദ സരഗ പദരേ മഗ മസരേ ദഗ രേ ദ പഗരേ സ നാം ഒന്നാകും ഈരാവിൻ തീരത്ത് പൊൻതാരങ്ങൾ കൂടേറുന്നു. ആരാരോ ആരാരോ ആലോലം പാടുന്നു, ആകാശം നെഞ്ചിൽ ചായുന്നു. ആരാരും കാണാതെ ആരോമൽ പൊങ്ങിങ്ങൾ ആരാരിൻ ഉള്ളം തേടുന്നു. എന്താണ് മൗനം മായാനായി മാത്രം, എന്താണ് 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 മേഘം തോരാതെ പെയ്യാൻ, എന്താണ് എന്താണ് എന്താണ്
ഈറന്നിലാവിൽ